യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് കൗരവപക്ഷത്തേക്ക് യുധിഷ്ഠിരൻ നടന്നു വരുന്നത് കണ്ട് കൗരവരെല്ലാം ആർപ്പു വിളിച്ചു. കാരണം യുധിഷ്ഠിരൻ കീഴടങ്ങുവാൻ വരികയാണ് എന്നാണ് അവർ ധരിച്ചത്. യുധിഷ്ഠിരൻ അനുജന്മാരോടൊപ്പം ഭീഷ്മരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഭീഷ്മരെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പിതാമഹ, ഞങ്ങൾ അങ്ങയോട് യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. ദയവായി അനുവാദം നൽകിയാലും ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇത് കേട്ട് ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, ഈ സന്ദർഭത്തിൽ നീ ഇപ്രകാരം വന്നത് നന്നായി. ഉണ്ണി, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ. യുധിഷ്ഠിരൻ വീണ്ടും പറഞ്ഞു, പിതാമഹ, അങ്ങ് ആയുധമേന്തി യുദ്ധം ചെയ്യുമ്പോൾ ശത്രുക്കൾക്ക് ഒരിക്കലും വിജയം ലഭിക്കില്ല. എങ്ങനെയാണ് അങ്ങയെ ജയിക്കേണ്ടതെന്ന് അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും. ശരിയാണുണ്ണി, എന്നെ പോരിൽ ജയിക്കുവാൻ ആർക്കും സാധ്യമല്ല. എനിക്ക് മരിക്കുവാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് നീ വീണ്ടും എൻ്റെ അടുത്ത് വരണം. അപ്പോൾ എന്നെ വധിക്കുവാനുള്ള ഉപായം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഭീഷ്മർ പുഞ്ചിരിയോടെ ഇപ്രകാരം പറഞ്ഞു നിർത്തി.